Ladies and gentlemen, this is Adarsh and welcome to my Kanedi. മലയാളത്തിൽ നിന്ന് ഒരു കൊച്ചു ഫീൽ ഗുഡ് പടം ഇപ്പൊ OTT വന്നിട്ടുണ്ട്. ഈ ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയ ഒരു സിനിമയാണ് മധുവിധു. ഷറഫുദ്ദീൻ, ജഗദീഷ് ഏട്ടൻ, അസീസ് നെടുമങ്ങാട് ഇവരൊക്കെ അഭിനയിച്ച മധുവിധു സോണി ലിവിലാണ് സ്ട്രീമിങ്. സോ ഞാൻ ഷറഫുദ്ദീന്റെ ഒരു ഭയങ്കര ഫാനാണ്. ഐ റിയലി ലൈക്ക് ദാറ്റ് ഗായ് സോ മച്ച്. പക്ഷെ ഷറഫുവിന്റെ ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയ സിനിമയൊന്നും എനിക്ക് അത്ര വർക്കായിട്ടില്ല. ഈ പെറ്റ് ഡിറ്റക്റ്റീവ് ആണെങ്കിൽ എനിക്ക് വൻ വെറുപ്പിക്കലായിട്ടാണ് തോന്നിയത്. ഉളച്ചായ പ്രതിച്ഛായ ഒട്ടും വർക്കായിട്ടില്ല. ഷറഫുദ്ദീൻ ഒരു കംഫേർട്ട് സോൺ ഉണ്ട്, ഈ ഫീൽ ഗുഡ് സംഭവം അതൊക്കെ അണ്ണന് കേക്ക് വാക്ക് സാധനമാണ്. അങ്ങനത്തെ പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മറ്റേ ഒരു പടം ഉണ്ടായിരുന്നില്ലേ, പ്രിയൻ ഓട്ടത്തിലാണ്, അത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് സിനിമയാണ്. ഞാൻ ഷറഫുദ്ദീന്റെ സിനിമയൊക്കെ മറ്റേ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ പോയി കാണുന്ന ആളാ. ഇപ്പൊ കുറച്ചായിട്ട് കാണാറില്ല, കാരണം എനിക്ക് അധികം വർക്കായിട്ടില്ല. എന്നാ മധുവിധു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ. കൊച്ചു പടം, നല്ല പടം. നമ്മൾ പലപ്പോഴും OTT സിനിമ കാണാൻ വേണ്ടി ഇരിക്കുമ്പോൾ പലതും ഫാമിലി ആയിട്ട് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിനിമയാണ്. ഇന്നത്തെ കാലത്ത് എവിടെ നോക്കിയാലും വയലൻസ് വയലൻസ് വയലൻസ്. പക്ഷേ ഇങ്ങനത്തെ സിനിമയൊക്കെ കുറച്ചായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നല്ല നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന നല്ല നല്ല ഇമോഷൻസ് ഉള്ള നല്ല നല്ല ബോണ്ടിങ് ഉള്ള കൊച്ചു പടങ്ങൾ ഇപ്പൊ ഭയങ്കരമായിട്ട് എനിക്ക് പേഴ്സണലി മിസ്സാവുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിനിമയാണ് നമ്മുടെ മധുവിധു. സോ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് ഇതിൽ. അതായത് ഒരു വീട്ടില് അച്ഛൻ, മുത്തച്ഛൻ, അമ്മാവൻ, പിന്നെ ഷറഫുദ്ദീന്റെ അനിയൻ, പെണ്ണുങ്ങൾ ആരും ഇല്ല. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഷറഫുദ്ദീന് കല്യാണം നടക്കുന്നില്ല. കാരണം പെണ്ണുങ്ങൾ ആരും ഇല്ലാത്ത വീട്ടിലോട്ട് പെണ്ണുങ്ങളെ വിടാൻ അവർക്ക് ബുദ്ധിമുട്ട്. സോ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇതൊക്കെ എന്ത് പ്രശ്നം എന്ന്. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാന്, അച്ഛൻ, ഏട്ടൻ ഇവര് 3 പേരേ ഉള്ളൂ. ഞങ്ങൾക്കാണെങ്കിൽ കുക്കിംഗ്, ക്ലീനിങ് ഒരു പരിപാടി അറിയില്ല. ഒരു പണിക്കാരിയെ വെക്കുമ്പോ അവര് പറയുന്നത് പെണ്ണുങ്ങളില്ലാത്ത വീട്ടിലോട്ട് ഞങ്ങൾ വരില്ല. ഐ വാസ് റിയലി ഷോക്ക്. ഇത് കേട്ടപ്പോ ഞാൻ ഞെട്ടി. എന്തായാലും നമ്മൾ പിടിച്ച് തിന്നു ഇവരെ പറഞ്ഞിട്ട്. പിന്നെ ഒരു കല്യാണ ആലോചന വരുമ്പോ സ്ത്രീകൾ ഇല്ലാത്ത വീട്ടിലോട്ട് ഞങ്ങൾക്ക് പെണ്ണുങ്ങളെ തരാൻ ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര ഒരു റിയാലിറ്റിയാണ്. ദാറ്റ്സ് എ സാഡ് റിയാലിറ്റി. അപ്പൊ എനിക്ക് ഈ സിനിമ നന്നായി കണക്ട് ചെയ്യാൻ പറ്റി. ഈ സിനിമ തുടങ്ങണ ഫ്രം ദ വെരി ഫസ്റ്റ് സീൻ തന്നെ എനിക്കിത് ഭയങ്കര രസമായിട്ട് തോന്നിയത്. എന്ത് രസമാണെന്ന് അറിയോ? ജഗദീഷ് ഏട്ടനാണ് ഷറഫുദ്ദീന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അവര് തമ്മിലൊരു ബോണ്ടിങ്, അതേപോലെ തന്നെ അസീസ് നെടുമങ്ങാട്, ഷറഫുദ്ദീൻ തമ്മിലൊരു ബോണ്ടിങ്, ഇവര് ഏട്ടൻ അനിയൻ തമ്മിലൊരു ബോണ്ടിങ്, ദാറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ഈ സിനിമയിൽ അഭിനയിച്ച ഈച്ച് ആൻഡ് എവരി വൺ അടിപൊളി. ഒരൊറ്റ മനുഷ്യൻ വെറുപ്പിച്ചിട്ടില്ല. ഇതിന്റെ കാസ്റ്റിംഗ് നല്ല രസോടോ. ഇനിയുള്ള വേറെ ഏത് ആക്ടേഴ്സിനെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര ഒരു ക്വാളിറ്റി ഫീൽ കിട്ടിയിട്ടുണ്ടാവില്ല. ആൻഡ് ഷറഫുദ്ദീൻ എന്ന് വെച്ചാൽ പഞ്ചപാവായിട്ടുള്ള ക്യാരക്ടർ, അതൊക്കെ അങ്ങേർക്ക് കേക്ക് വാക്ക് പരിപാടിയാണ്. ഈ സിനിമയുടെ ടുവേർഡ്സ് എൻഡ് ഒരു ക്ലൈമാക്സ് പോർഷനിൽ ഷറഫുദ്ദീന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. കിട്ടു സാധനമായിരുന്നു. അണ്ണൻ വേറെ റേഞ്ച്, തങ്ക കുടമാണ് അണ്ണൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിനിമയുടെ ക്ലൈമാക്സ്. സോ പിന്നീട് ആ വീട്ടിലോട്ട് ഒരു പെണ്ണ് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും പരിപാടികളൊക്കെയാണ് ഈ കൊച്ചു പടം പറഞ്ഞു പോകുന്നത്. എനിക്ക് ഒരു തരി പോലും ഈ സിനിമയിൽ ലാഗ് തോന്നിയില്ല. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് ഈ സിനിമയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ദാറ്റ് വാസ് അൺപ്രഡിക്റ്റബിൾ. ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യുന്ന പോലും ഇല്ല. അജാതി ട്വിസ്റ്റ് ആണ് കൊണ്ടുവരുന്നത്. ഷറഫുദ്ദീൻ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ജഗദീഷ് ഏട്ടൻ സോ ഇപ്പോഴത്തെ സിനിമയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ആക്ടറാണ് നമ്മുടെ ജഗദീഷ് ഏട്ടൻ ഉണ്ടോ പടം അത്യാവശ്യം കൊള്ളായിരിക്കും. അല്ലെങ്കിൽ അങ്ങേര് ക്യാരക്ടർ അങ്ങേര് വൃത്തിക്ക് ചെയ്യും. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അസീസ് നെടുമങ്ങാട് അഗൈൻ ഹി വാസ് നൈസ്. അങ്ങേര് ഒരു ലവ് സ്റ്റോറി ഉണ്ട്, അത് അതിലേറെ രസമാണ്. RJ വിജിത കൊള്ളായിരുന്നു കേട്ടോ. അങ്ങേർക്ക് കേബിൾ ടിവിയുടെ പരിപാടിയാണ്. അപ്പൊ ഈ വയറൊക്കെ ഒരു ദിവസം നോക്കുമ്പോ എപ്പോഴും വയറൊക്കെ ആരെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് അണ്ണൻ അതിന്റെ പിന്നാലെ പോക്കും ഇതൊക്കെയാണ്. പിന്നീട് നോക്കുമ്പോൾ അത് RJ വിജിതയായിരിക്കും. ആൻഡ് ആ സമയത്ത് ഒരു ലവ് സ്റ്റോറി, അവരുടെ ഒരു കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്. നല്ല രസമായിരുന്നു. ഈ പണ്ട് ഇപ്പോഴത്തെ കാലമല്ല, ഡയറി മിൽക്ക് 5 ഉറുപ്പിയുടെ ഡയറി മിൽക്കും 10 രൂപയുടെ ഡയറി മിൽക്കും മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഇഷ്ടമുള്ളവർ പരസ്പരം മിഠായി കൊടുക്കലും ആ കവർ സൂക്ഷിച്ചു വെക്കലും അന്തമാതിരി പരിപാടിയൊക്കെ ആയിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോ ക്രിഞ്ച് അങ്ങനെയൊക്കെ തോന്നും. സോ ഇപ്പൊ പിന്നെ മറ്റേ സിൽക്ക്, മിൽക്ക്, ഫെറാറി അങ്ങനത്തെ ഉള്ളവർക്കൊന്നും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അന്ത കാലഘട്ടത്തിലുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് പെട്ടെന്ന് അതൊക്കെയാണ് ഓർമ്മ വന്ന്. അപ്പൊ ഇങ്ങേർക്ക് കേബിൾ ടിവിക്ക് വരെ വല്ല സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് ആണെങ്കിൽ എന്തെടുത്ത് സൂക്ഷിച്ചു വെച്ചേന്.
ശേ നമ്മള് അങ്ങനെ അങ്ങനെ ആലോചിക്കാൻ പാടില്ല. എന്നാലും എനിക്ക് പെട്ടെന്ന് അങ്ങനെ കത്ത് ചെയ്ത്. നോം ഒരു വൃത്തികെട്ടവനാണ്, അതുകൊണ്ടായിരിക്കും. സോ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഷറഫുദ്ദീന്റെ പേരായിട്ട് അഭിനയിച്ച കൊച്ചിനെ ഞാൻ ഇതിനു മുമ്പ് വേറെ സിനിമയിലൊന്നും കണ്ടിട്ടില്ല. നല്ലൊരു കെമിസ്ട്രി ആയിരുന്നു. നല്ല രസവും ഉണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും ഇവരുടെ ഒരു ബോണ്ടിങ്ങും. ആ കൊച്ചിന്റെ അനിയത്തിയായി അഭിനയിച്ച ആള്, അതേപോലെ തന്നെ മറ്റേ കസിനായിട്ട് അഭിനയിച്ച കൊച്ച്, എല്ലാവരും നല്ല രസത്തിലാണ് പെർഫോം ചെയ്ത്. എവിടെയും ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തില്ല. എനിക്ക് ആകെ ഈ സിനിമയിൽ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയി തോന്നിയത് ഇതിലത്തെ മ്യൂസിക് വർക്കാണ്. ദിസ് മൂവി ഈസ് ആക്ച്വലി ഫീൽ ഗുഡ് ആണ്. ഇത് ഓൾറെഡി ഫീൽ ഗുഡ് ആണ്. ഇവര് തമ്മിലെ ഡയലോഗ്സ് ആയാലും ഇവരുടെ പെർഫോമൻസ് ആയാലും നല്ലൊരു ഫീൽ ഗുഡ് മൂഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഈ ഫീൽ ഗുഡ് കയറ്റാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തള്ളി കയറ്റുമ്പോ ഫീൽ ഗുഡിന്റെ മീറ്റർ ഒക്കെ പൊട്ടിപ്പോയി. അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് പാട്ടുകളും ഉണ്ട് ഈ സിനിമയിൽ. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ് ഫിലിം. സോ ചിലവർക്കൊക്കെ ഈ സിനിമ ചിലപ്പോൾ ഇതൊക്കെ എന്തോന്ന് പടം അങ്ങനെയൊക്കെ തോന്നുന്നവരുണ്ടാവും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് ഒപ്പീനിയൻസ് ആൻഡ് പെർസ്പെക്ടീവ്സ്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായ സിനിമയാണ്. ഞാൻ 2 വട്ടം എഴുതുന്നുണ്ട് ഈ പടം. ചിലപ്പോൾ ചിലർക്ക് നിനക്ക് എന്താ പ്രാന്ത് അങ്ങനെയൊക്കെ തോന്നും. ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ തറവാട്ടിലുള്ള ക്യാരക്ടേഴ്സ് ടു ഗുഡ്. സോ ആരൊക്കെ ഈ സിനിമയുടെ ഭാഗമാണോ, to everyone who's a part of this film, thank you so much. I really had a very nice watch. So മധു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. സോ വേണ്ടവർ കണ്ടു നോക്കുക. ദിസ് മൂവി സ്ട്രീമിംഗ് ഓൺ സോണി ലൈവ്.